എന്റെ ഹോളിസ്റ്റിക് റീചാർജിങ് റൂം, അതായത് റിലാക്സോസിന്റെ ആ ഒരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു റൂമിൽ ഞാൻ ഒരു കാര്യം ഒട്ടിച്ചിട്ടുണ്ട്. അതായത് ബയോളജിക്കൽ വാർ, അതോടൊപ്പം തന്നെ പാൻഡമിക് സീരീസ്, ഡോൺ ട്രസ്റ്റ് ഫൂൾസ് എന്നുള്ള രീതിയിൽ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും റിസൾട്ടിൽ എത്തി. ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണെങ്കിലും ഇപ്പോൾ പുതിയ റിപ്പോർട്ട് വന്നത് വേറെ ഒന്നുമല്ല, നിപ്പ വരുന്നു, അതോടൊപ്പം തന്നെ ബേർഡ് ഫ്ലൂ. അതായത് മിണ്ടാൻ പറ്റാത്ത ഈ ജീവികളെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ ഈ വിഡ്ഢികള്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ പ്രാണവായു ഈ ഘോരമായ വിഷം അവർ കലർത്തിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ നിമിഷവും നമ്മൾ ഇൻഹേൽ ചെയ്യുന്നത് വിഷമാണ്. ഓക്കെ, അപ്പൊ വിഷമാകുമ്പോൾ നമ്മുടെ ബോഡി അതിനൊന്ന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ചൂടാകും. അപ്പൊ ആ ചൂടാവണേന പനിയാക്കി, ഫ്ലൂ ആക്കി, അതോടൊപ്പം തന്നെ ചുമ വരും. ചുമയെല്ലാം ഇപ്പൊ അസുഖമായി മാറിക്കഴിഞ്ഞു. നമ്മുടെ ലെങ്സിലേക്കും കാര്യങ്ങളായിട്ടെല്ലാം പൊടിയെല്ലാം പോകുമ്പോൾ അതൊന്ന് പുറത്തേക്ക് എക്സ്പെൽ ആനുള്ള ഒരു മെക്കാനിസം ആണ് ബോഡിയുടെ. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ശരീരത്തെ കുറിച്ചും ഈ ഒരു ജീവിതത്തിനെ കുറിച്ചും ഈ ഒരു പ്രപഞ്ചത്തിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും എന്നെക്കാട്ടും കൂടുതൽ ആർക്കും അറിയാൻ പറ്റില്ല. ഓക്കെ, കാരണം ഞാൻ ഒരു മാനുവൽ പഠിച്ചിട്ടുണ്ട്. ഈ മാനുവലാണ് നമ്മുടെ വേദങ്ങൾ. ഓക്കെ, അതായത് ഭഗവാൻ ഈ ഒരു ശരീരം നമുക്ക് സൃഷ്ടിച്ചിട്ട് അത് എങ്ങനെ നോക്കണം, അത് എന്താണെന്നുള്ളതെല്ലാം വേദങ്ങൾ എഴുതിയിരുന്നു. ഈ പറയുന്ന മെഡിക്കൽ സെക്ടർ അല്ല, ഈ പറയുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ല അത് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു വിഡ്ഢികളായ ഡോക്ടറെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഞാൻ രാവിലെ നോക്കിയപ്പോഴേക്കും വികസനം. ഓക്കെ, അതായത് വികസനം 1,00,00,000 കോടിയുടെ വികസനം നമ്മുടെ പിണറായി വിജയൻ കൊണ്ടുവരുന്നു. ഓക്കെ, കേരളത്തിൽ. അതായത് ഈ ഒരു കുഞ്ഞിന് യാതൊരു വികസനം വേണ്ട, യാതൊരു കെട്ടിടം വേണ്ട. ഇവന് വേണ്ടത് ശുദ്ധമായ പ്രാണവായു വേണം, ശുദ്ധമായ ഭക്ഷണം വേണം, ശുദ്ധമായ വെള്ളം വേണം. ഇത് മൂന്നും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് ശുദ്ധമായ വിഡ്ഢിത്തരങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് അടിമയാവാനുള്ളത്. അപ്പൊ അതാണ് ഇവിടുത്തെ സിസ്റ്റം. അപ്പൊ ഇതെല്ലാം ആര് ചോദ്യം ചെയ്യുമെന്ന് ഓർത്തിട്ടാ, മാറുമെന്ന് ഓർത്തിട്ടാ ആരും മാറ്റില്ല. കാരണം ഈ പറയുന്ന അപ്പുമാർ കൂടി വന്ന 2 വർഷം 3 വർഷം ഉണ്ട്. ഈ ശബരിമലയിൽ പോലും ഇത്ര വലിയൊരു സ്വർണ്ണക്കൊള്ള നടന്നിട്ട് ഇത്ര വലിയ ക്യാമറയും സെക്യൂരിറ്റി ഉള്ള കള്ളന്മാരാന്ന് പറഞ്ഞിട്ട് ആ കള്ളനെ തന്നെ മുമ്പിൽ കൊണ്ടുവന്ന് നമ്മുടെ മന്ത്രിയാക്കി തീർത്തിരിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിഹീനരായ ഒരു സിസ്റ്റം. പിന്നെ ഞാൻ ഇന്നലെ നോക്കിയപ്പോഴേക്കും റോഡിൽ വലിയൊരു പോസ്റ്ററാ, 6,000 ഇത്ര കോടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് കൊടുത്തു. അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോ? നമ്മുടെ വീട്ടിൽ നിന്നാണ് അങ്ങേരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അതായത് ഈ പറയുന്ന അയ്യപ്പന്റെ സ്വർണ്ണമാണെങ്കിലും നമ്മുടെ ടാക്സ് ആണെങ്കിലും നമ്മുടെ എല്ലാവിധ പണമാണെങ്കിലും അല്ലേ, അഴിമതി. അപ്പൊ എന്നിട്ട് 6,600 കോടി എന്തോ ദാനം കൊടുത്ത പോലെ. അതായത് നമ്മളൊരു ജോലിക്കാരനെ എടുത്തു നമ്മളെല്ലാവരും നോക്കാം. അപ്പൊ ജോലിക്കാരൻ നമുക്ക് ചെയ്ത കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ഈ 700 കോടി ഇവിടെ പോയി. ഓക്കെ, ഇടുക്കിയില് ആ ഒരു വയനാടുണ്ടായ ആ ഒരു 700 കോടി ഇവിടെ പോയി. അപ്പൊ ഈ വിഡ്ഢികളായ ആൾക്കാർ, അപ്പൊ ഈ അണികൾ ഈ വിഡ്ഢി പോസ്റ്റർ അടിക്കുമ്പോൾ ആ ഒരു വിഡ്ഢികൾ നമ്മൾ പറഞ്ഞാൽ മതി. ഈ പറയുന്ന പിണറായി വിജയനെ, ഈ പറയുന്ന മന്ത്രിമാരെക്കെല്ലാം നമുക്ക് വിടാം. ഓക്കെ, അതായത് അവർക്ക് ആ ഒരു അടിമ സമ്പ്രദായം വന്നു കഴിഞ്ഞു. പക്ഷെ അവരുടെ കീഴിൽ കിടക്കുന്ന ആ ഒരു വേംസ്, ആ ഒരു പോസ്റ്റർ അടിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ തോന്നില്ലേ ഈ സത്യമല്ല നുണയാണെന്നുള്ള. അപ്പൊ ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും ഇതെല്ലാം നിൽക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ ഇല്ലാതാക്കാനാണ്, ഈ പറയുന്ന മീഡിയസ് ആണെങ്കിലും. പക്ഷെ എന്റെ ഏറ്റവും തമാശ എന്താ വെച്ചാൽ, ഈ മീഡിയയിൽ ഈ നുണ പറയുന്ന ആളും ആ ഒരു ഇതിൽ ട്രാപ്പിഡാണ്. കാരണം പ്രാണവായുക്ക് അങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ല, എല്ലാവരും ഉള്ളിൽ പോകുന്നത് അത് തന്നെയാണ്. അപ്പൊ ഈ വിഷമടങ്ങിയ പ്രാണവായും, വിഷമടങ്ങിയ വെള്ളവും, വിഷമടങ്ങിയ ഫ്രൂട്ട്സും, പച്ചക്കറികളും, ഈ പറയുന്ന എല്ലാ ജീവിത സാഹചര്യം, ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ട് അവര് നശിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ജീവിതം നശിക്കും, ശരീരം നശിക്കും. എന്നിട്ട് ഈ പറയുന്ന നിപ്പക്കും ഇതിനെല്ലാം ഇട്ട് കൊടുക്കുന്നു. ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ.